ട്രെയിനിൽ സഞ്ചരിക്കുന്ന അതിസാഹസികരും മനസ്സിന് അത്യാവശ്യം ധൈര്യമുള്ളവരുമായ എല്ലാ യാത്രക്കാരും കേൾക്കേണ്ടതായിട്ടുള്ള ചെറിയ വിഷയം. ഞാൻ ഇന്നലെ പെട്ട ഒരു അപകടത്തിൽ ഞാൻ പഠിച്ച ഒരു ചെറിയ പാഠം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഐലൻഡ് എക്സ്പ്രസ്സിൽ ഞാൻ കയറുന്നു. തൃശ്ശൂരിലേക്കാണ് എനിക്ക് പോകേണ്ടത്. കോട്ടയം എത്തിയപ്പോൾ കപ്പലണ്ടി തിന്നാൻ ഒരു ചെറിയ മോഹം. ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. നേരെ എൻ്റെ പ്ലാറ്റ്ഫോം B2വിൻ്റെ നേരെ മുന്നിലായിട്ട് ആ കടയുണ്ട്, സ്നാക്സൊക്കെ ഉള്ള കട. കപ്പലണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ബിസ്ക്കറ്റ് ഒരെണ്ണം ആവാമെന്ന് കരുതി ഒരു ബിസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തു. പുള്ളി എടുത്തു തന്നു. സ്കാൻ ചെയ്യാനായിട്ട് QR കോഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ബാഗിൽ എൻ്റെ പോക്കറ്റിൽ പൈസ തപ്പുന്നു, പൈസ ഇല്ല. പുള്ളി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ കബോർഡിൽ നിന്ന് ഒരു ചെറിയ സ്കാൻ ചെയ്യാനുള്ള സംഭവം എനിക്ക് തരുന്നു. സ്കാൻ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ 2 പേര് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ തൂണിൻ്റെ മറവിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് സ്കാൻ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ തല വലതുവശത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിച്ചു. ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് മാത്രമല്ല അത്യാവശ്യം സ്പീഡും പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു നിലയ്ക്കും എനിക്ക് ഇതുവരെ ഒരുപാട് ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഇത് സംഭവിക്കാത്തൊരു കാര്യമാണ്. ചൂളംവിളിയുടെ ശബ്ദമോ എന്തെങ്കിലും വിസിലോ കാര്യങ്ങളോ ഒക്കെ കേട്ട് അല്ലെങ്കിൽ ആളുകൾ കയറുന്ന കണ്ടെങ്കിലും നമ്മൾ സാധാരണ നിലയ്ക്കൊരു തയ്യാറെടുപ്പ് ഉണ്ടാവാറുണ്ട്. ഇതെന്തു പറ്റിയെന്നറിയില്ല. ഞാൻ മിസ് ചെയ്തതാണോ, വിസിലടി ഇല്ലാതെ സംഭവിച്ചതാണോ, എന്തായാലും എൻ്റെ അശ്രദ്ധ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് തന്നെ എന്ന് പറയാം. ട്രെയിൻ മിസ്സാവാൻ പോവുകയാണ്. നല്ല സ്പീഡ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. വെറുതെ സ്റ്റാർട്ട് ചെയ്ത സ്പീഡല്ല. ആ സമയത്ത് കുറേയേറെ കണക്കുകൂട്ടലുകൾ സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ തലയിൽ സംഭവിക്കുന്നു. നമ്മൾ കേട്ടറിഞ്ഞ അപകടങ്ങൾ, കണ്ട വീഡിയോകൾ, അതുപോലെ തന്നെ പരിപ്പുവടക്കാരും ഉഴുന്നുവടക്കാരും എല്ലാം സിമ്പിളായിട്ട് ചാടിക്കയറുന്ന രംഗങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ കാൽക്കുലേഷൻ എൻ്റെ ബ്രെയിൻ നടത്തുന്നു. ധൈര്യമായിട്ട് കയറിക്കോ എന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പറയുന്നു. ഞാൻ അതാ ട്രെയിനിൻ്റെ സ്പീഡിനനുസരിച്ച് ഓടുന്നു. 2 കൈകളും വാതിലിൻ്റെ അടുത്തുള്ള കമ്പിയിൽ മുറുകെ പിടിക്കുന്നു. ഞാൻ കാല് ആ സ്റ്റെപ്പിലേക്ക് വെക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടൊരു സംഭവമാണ്. നമ്മൾ 2 കൈകളും ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുത്തുള്ള കമ്പിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മളൊരു ആന്തലുണ്ടല്ലോ. ആ സമയത്ത് വളരെ ശക്തിയായിട്ട് ഉള്ള ഒരു കാറ്റിൻ്റെ ഒരു പവർ നമ്മളെ പുറത്തേക്ക് പിടിച്ച് വലിക്കുന്നു എന്ന് ഞാൻ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ടെൻഷനിലൂടെയാണ് ഇന്നലെ അനുഭവിച്ചത്. പുപ്പ് എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു വലിച്ചിലാണ് ബാക്കിലോട്ട്. ഞാൻ ഒരു നിമിഷം എല്ലാം തീർന്നു എന്ന് തന്നെ വിചാരിച്ചു. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ കാറ്റ് നമ്മളെ ബാക്കിലേക്ക് പുള്ളി ചെയ്തത്. അപ്പോഴേക്കും ഹിന്ദിക്കാരോ ഈ നൊച്ചെടുക്കുക. അവിടെ ഉള്ളിൽ ക്ലീൻ ചെയ്യാതിരിക്കുന്ന 2 IRCTCയുടെ ജോലിക്കാരൻ അവരെന്തോ പറഞ്ഞു, യാർ എന്നെന്തോ പറഞ്ഞു. ഞാൻ എങ്ങനെയോ അതിൻ്റെ ഉള്ളിലേക്ക്, വീട്ടിലിരിക്കുന്ന കാരണവന്മാരുടെ പ്രാർത്ഥന, ദൈവം തമ്പുരാൻ്റെ കൃപ കാരണം കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ജസ്റ്റ് കയറി പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പൊന്നുമക്കളെ, ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. വളരെ കോൺഫിഡൻസും അത്യാവശ്യം അത്ലറ്റിക് പരിപാടികളിലൊക്കെ നടക്കുന്നതും ഫുട്ബോൾ കളിക്കുള്ള ഞാൻ വളരെ സിമ്പിളായിട്ട് കയറാമെന്ന് വിചാരിക്കുകയും ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ച ഇത് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോണില്ല. ഞാൻ ട്രെയിനിൽ കയറിയിരുന്ന എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു, എൻ്റെ ദൈവമേ എന്തോടൊപ്പം നടന്നേ, ഒരു നേരത്തേക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ പോലെ അതായിരുന്നു വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങിയാൽ കയറരുത്, ദയവ് ചെയ്ത് ആരും കയറരുത്. അടുത്ത ട്രെയിനിന് പോയാലും കുഴപ്പമില്ല. 1 ദിവസം കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞാലും ജീവനോട് വീട്ടിലെത്താലും നമുക്ക്. ഇത് നമ്മൾ അവിടെയെങ്ങാനും അതിൻ്റെ ഉള്ളൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ ചോര ബഹളം. പിന്നെ ഇവർക്ക് ഇരട്ടിപ്പണി, ഈ പ്ലാറ്റ്ഫോമിലെ ആൾക്കാർക്ക്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് തിക്കും തിരക്ക്, ഈ ഫ്ലെക്സ് അടിക്കൽ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും അതിൻ്റെ വേറെ ടെൻഷനുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മളായിട്ട് വെറുതെ എന്തിനാണ്? ഭയങ്കര കോംപ്ലിക്കേഷനാണ് ആൾ പോയി കഴിഞ്ഞാലേ. അപ്പോൾ വേണ്ട കേട്ടോ, വണ്ടി ഓടി തുടങ്ങി കഴിഞ്ഞാൽ വിട്ടുകളഞ്ഞേക്ക്. അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാൻ അനുഭവിച്ചൊരു കാര്യം, അധികം ദിവസമായിട്ട് ഇന്നലെ സംഭവിച്ച കാര്യം കേട്ടോ. ഓക്കെ, താങ്ക് യു.